ഒരു പുസ്തകം 600 വർഷമായി ലോകത്തിലെ ഏറ്റവും മിടുക്കരായ കോഡ് ബ്രേക്കർമാരെ പോലും തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിലെ ഓരോ പേജ് തുറക്കുമ്പോഴും കാണുന്നത് വിചിത്രമായ ചെടികൾ, അജ്ഞാത നക്ഷത്രങ്ങൾ, പിന്നെ ആർക്കും മനസ്സിലാകാത്ത ഒരു ഭാഷ. പക്ഷേ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം എന്താണെന്നോ? ഈ പുസ്തകം ശരിക്കും ഒരു ഭാഷയിൽ എഴുതിയതാണെങ്കിൽ ആ ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഇന്ന് ഭൂമിയിലില്ലായിരിക്കാം. അതിൻ്റെ രചയിതാവിനെ ചരിത്രം പൂർണ്ണമായും മറന്നുപോയിരിക്കാം. ഇതാണ് ലോകത്തിലെ ഏറ്റവും ദുരൂഹമായ പുസ്തകം, വോയ്നിച്ച് മാനുസ്ക്രിപ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ബുദ്ധിരാക്ഷസന്മാരെ പോലും തോൽപ്പിച്ചു കളഞ്ഞ ഒരു അപൂർവ പുസ്തകം, വോയ്നിച്ച് മാനുസ്ക്രിപ്റ്റിനെ കുറിച്ചാണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ, ജേണൽ ഓഫ് വണ്ടേഴ്സ്. യേൽ സർവകലാശാലയിലെ സുരക്ഷിതമായ ഒരു വോൾട്ടിനുള്ളിൽ ഈ പുസ്തകം ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു. കാരണം ഇത് വെറും പഴയ പുസ്തകമല്ല, ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ അൺസോൾവ്ഡ് പസിലുകളിൽ ഒന്നാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസികളുടെ എഗ്നിമ കോഡ് തകർത്തവർ, ജപ്പാന്റെ പർപ്പിൾ സൈഫർ പൊളിച്ചവർ എല്ലാവരും ഈ പുസ്തകത്തെ വായിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആരും വിജയിച്ചില്ല. ഒരു നൂറ്റാണ്ടിലധികമായി ഗവേഷകർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം ഇന്നും ഉത്തരമില്ലാതെ തുടരുന്നു. ഈ പുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? 1912 ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിന് സമീപമുള്ള ഒരു പഴയ ജെസ്യൂട്ട് കോളേജ്. പൊടി പിടിച്ച പുസ്തകപ്പെട്ടികൾക്കിടയിൽ അപൂർവ ഗ്രന്ഥങ്ങൾ അന്വേഷിക്കുകയായിരുന്ന ഒരു പുസ്തക വ്യാപാരി. അദ്ദേഹത്തിൻ്റെ പേര് വിൽഫ്രഡ് വോയ്നിച്ച്. ഒരു പഴയ പുസ്തകം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. പുറത്തു നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ അദ്ദേഹം അത് തുറന്ന നിമിഷം എല്ലാം മാറി. അകത്ത് കണ്ടത് ഒരു അജ്ഞാത ഭാഷ, വിചിത്രമായ ചിത്രങ്ങൾ, മനസ്സിലാക്കാൻ കഴിയാത്ത കുറേ ചിഹ്നങ്ങൾ. അദ്ദേഹത്തിന് ഉടൻ മനസ്സിലായി, ഇത് സാധാരണമായ ഒരു പുസ്തകമല്ല. പിന്നീട് നടത്തിയ പരിശോധനകൾ വലിയൊരു സത്യം വെളിപ്പെടുത്തി. കാർബൺ ഡേറ്റിംഗ് പ്രകാരം ഇത് നിർമ്മിക്കപ്പെട്ടത് 1404 1438 ഇടയിലാണ്. അതായത് കൊളംബസ് അമേരിക്ക കണ്ടെത്തുന്നതിന് മുമ്പ്, ന്യൂട്ടൺ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ഇന്ന് ഇതിന് ഏകദേശം 600 വർഷം പഴക്കമുണ്ട്. ഇപ്പോൾ ഈ പുസ്തകം തുറന്നു നോക്കാം. ആദ്യത്തെ കുറച്ച് പേജുകൾ കാണുമ്പോൾ ഒരു സസ്യശാസ്ത്ര പുസ്തകമാണെന്ന് തോന്നും. പക്ഷേ ഏതാനും മിനിറ്റുകൾക്കകം വിചിത്രത ശ്രദ്ധയിൽപ്പെടും. ഇതിലെ ചെടികൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ലോകത്തിലെ മികച്ച സസ്യശാസ്ത്രജ്ഞർ പോലും ശ്രമിച്ചിട്ടുണ്ട്. ചില ചിത്രങ്ങൾ ഒരു ചെടിയുടെ വേരും മറ്റൊരു ചെടിയുടെ ഇലയും ചേർത്തതുപോലെ തോന്നും. ചിലത് പൂർണ്ണമായും അജ്ഞാതമാണ്. ഇവ യഥാർത്ഥത്തിലുണ്ടായിരുന്ന ചെടികളാണോ അല്ലെങ്കിൽ പ്രതീകങ്ങളോ? പേജുകൾ മുന്നോട്ട് മറിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വിചിത്രമാകുന്നു. വലിയ വൃത്താകൃതിയിലുള്ള ചിത്രങ്ങൾ, നക്ഷത്രങ്ങൾ, രാശിചക്രചിഹ്നങ്ങൾ, ചന്ദ്രൻ്റെ ഘട്ടങ്ങൾ. ഒരു ജ്യോതിശാസ്ത്ര പുസ്തകം പോലെയാണ്. പക്ഷേ അതൊക്കിടയിൽ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് സ്ത്രീകളുടെ ചിത്രങ്ങളാണ്. എന്തുകൊണ്ട്? ആർക്കും അറിയില്ല. അതിനുശേഷം വരുന്നത് പുസ്തകത്തിലെ ഏറ്റവും ദുരൂഹമായ ഭാഗമാണ്. ഇന്ന് ബയോളജിക്കൽ സെക്ഷൻ എന്ന് വിളിക്കുന്ന ഭാഗം. പല പേജിലും നഗ്നരായ സ്ത്രീകൾ, അവരെ ബന്ധിപ്പിക്കുന്ന ട്യൂബുകളും പൈപ്പുകളും പോലുള്ള ഘടനകൾ. ചില ചിത്രങ്ങൾ നോക്കുമ്പോൾ ആധുനിക ശരീരശാസ്ത്ര ചിത്രങ്ങളെ ഓർമ്മിപ്പിക്കും. പക്ഷേ ഇത് വരച്ചത് 600 വർഷങ്ങൾക്ക് മുൻപാണെന്ന് ഓർക്കണം. ഇതൊരു മെഡിക്കൽ മാനുവലാണോ, ചികിത്സാ രീതികളാണോ, അതോ മറ്റെന്തെങ്കിലും? ആർക്കും ഉറപ്പില്ല. പുസ്തകത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ഔഷധക്കുപ്പികളെ പോലുള്ള ചിത്രങ്ങൾ കാണാം. അതിനൊപ്പം 100 കണക്കിന് ചെറിയ കുറിപ്പുകളും, പാചകക്കുറിപ്പുകളോ മരുന്ന് നിർദ്ദേശങ്ങളോ പോലെ. പക്ഷേ അവയും അതേ അജ്ഞാത ഭാഷയിലാണ്. പുസ്തകത്തിലെ ചിത്രങ്ങൾ വിചിത്രമാണ്, പക്ഷേ യഥാർത്ഥ രഹസ്യം ചിത്രങ്ങളല്ല, ഭാഷയാണ്. ഗവേഷകർ ഇതിനെ വോയ്നിച്ചീസ് എന്ന് വിളിക്കുന്നു. ഏകദേശം 20 മുതൽ 30 വരെ പ്രധാന ചിഹ്നങ്ങൾ, 38,000-ഓളം വാക്കുകൾ, 100 കണക്കിന് വരികൾ. ആദ്യ നോട്ടത്തിൽ ഇത് അർത്ഥമില്ലാത്ത കുറിപ്പുകൾ പോലെ തോന്നാം. പക്ഷേ കമ്പ്യൂട്ടർ വിശകലനങ്ങൾ മറ്റൊന്നാണ് കാണിക്കുന്നത്. ഇതിലെ വാക്കുകളുടെ ആവർത്തന രീതി യഥാർത്ഥ ഭാഷകളുടേതിന് സാമ്യമുണ്ട്. ചില വാക്കുകൾ പതിവായി പ്രത്യക്ഷപ്പെടുന്നു, ചില ചിഹ്നങ്ങൾ പ്രത്യേക സ്ഥാനങ്ങളിൽ മാത്രം വരുന്നു.
അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ക്രിപ്റ്റോഗ്രാഫർമാരിൽ ഒരാൾ. അദ്ദേഹം വർഷങ്ങളോളം ഈ പുസ്തകത്തിൽ പ്രവർത്തിച്ചു. പക്ഷേ അവസാനം പരാജയം മാത്രം. അദ്ദേഹത്തിന് ശേഷം വന്നവരും പരാജയപ്പെട്ടു. സൂപ്പർ കമ്പ്യൂട്ടറുകൾ പരാജയപ്പെട്ടു. ഭാഷാശാസ്ത്രജ്ഞർ പരാജയപ്പെട്ടു. AI വന്ന ശേഷവും അന്തിമ ഉത്തരം ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ പുസ്തകം എന്തായിരിക്കും? ചിലർ പറയുന്നു ഇതൊരു രഹസ്യ കോഡാണ്. മറ്റു ചിലർ ഇത് മധ്യകാലഘട്ടത്തിലെ സ്ത്രീകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ഗ്രന്ഥമാണെന്ന് പറയുന്നു. മറ്റൊരു വിഭാഗം ഇതെല്ലാം വലിയ തട്ടിപ്പാണെന്നും പറയുന്നു. അടുത്തിടെ നൈബിൾ സൈഫർ പോലുള്ള പുതിയ സിദ്ധാന്തങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒന്നിനും അന്തിമ തെളിവില്ല. AI അധിഷ്ഠിത പഠനങ്ങളും പല അവകാശവാദങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ശാസ്ത്രലോകം അവയെ പൊതുവെ അംഗീകരിച്ചിട്ടില്ല. 600 വർഷം, നിരവധി രാജ്യങ്ങൾ, നൂറുകണക്കിന് ഗവേഷകർ, ലോകത്തിലെ മികച്ച കോഡ് ബ്രേക്കർമാർ, സൂപ്പർ കമ്പ്യൂട്ടറുകൾ, AI. പക്ഷേ ഈ പുസ്തകം ഇന്നും തോറ്റിട്ടില്ല. ഒരു പക്ഷേ ഇത് ചരിത്രത്തിൽ നഷ്ടപ്പെട്ട ഒരു ഭാഷയായിരിക്കാം. ഒരു പക്ഷേ ഒരു രഹസ്യ കോഡായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ചോദിക്കാത്ത ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിരിക്കാം. യേൽ സർവകലാശാലയിലെ ഒരു വോൾട്ടിൽ അതിന്നും നിശബ്ദമായി കിടക്കുന്നു. 600 വർഷമായി ഒരേ വെല്ലുവിളിയുമായി. എന്നെ വായിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വോയിനിച്ച് മാനുസ്ക്രിപ്റ്റ് ഒരു യഥാർത്ഥ രഹസ്യമാണോ, അതോ ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പോ? ഡു കമൻറ്റ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. If you enjoyed this mystery, don't forget to like, share and subscribe to Journal of Wonders for more unexplained stories, hidden secrets and fascinating mysteries from around the world.